നമുക്ക് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് പലതരത്തിലാണ്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്ട്രെയിറ്റ് അവേ ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു, വിലയാധാരം, ഞാൻ വില തന്നു, ഞാൻ വാങ്ങിച്ചു. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എഴുതി കൊടുക്കുന്നു, ഇഷ്ടദാനം. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്, 2 സഹോദരിമാരും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ പ്രമാണം നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു, ഭാഗപത്രം. ഓരോ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും അതിൻ്റെ തലയിലെഴുത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തരത്തിലാണ്. ഇത് എത്രത്തോളം വ്യക്തവും കൃത്യവുമാണെന്ന് നോക്കി നമ്മൾ പരിശോധിച്ച് വേണം ഓരോ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് നമ്മളൊരു ലോണിലേക്ക് പോയാൽ, ഒരു ചെറിയ ലോണിലേക്ക് പോയാൽ ആ വക്കീൽ നോക്കിക്കോളും, ഇല്ലെങ്കിൽ ആ ബാങ്കുകാരൻ നോക്കിക്കോളും. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി പരിശോധിച്ച് തന്നെ നമ്മൾ എടുക്കണം. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ പിന്നോട്ടുള്ള ഒരു 30 വർഷത്തെ ആധാരമെങ്കിലും ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ചില കാര്യങ്ങളിൽ നമുക്ക് സംഭവിക്കില്ല. കാരണം നിങ്ങൾ 50 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് 20 സെന്റ് സ്ഥലം കൊടുത്തു, ബാക്കി 30 സെന്റ് സ്ഥലം നിങ്ങളിരിക്കുകയാണ്, ഒറിജിനൽ ആധാരം നിങ്ങളുടെ ഇരിക്കും. അങ്ങനെ ചില നൂലാമാലകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പേപ്പർ വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ അത് കൃത്യമായി നോക്കി കണ്ട് മനസ്സിലാക്കി തന്നെ എടുക്കണം.